നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെയാണ് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെ പറ്റിയാണ്. എങ്ങനെ പ്രാർത്ഥിച്ചാലാണ് ഭഗവാന് നിങ്ങളോടുള്ള സ്നേഹം കൂടുക എന്നതും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേഗം തന്നെ ഭഗവാൻ എങ്ങനെയാണ് മറുപടി തരുന്നത് എന്നതിനെക്കുറിച്ചുമാണ്. ഭഗവാൻ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ കൃത്യമായി നമ്മളുടെ പ്രാർത്ഥനയിൽ ഭഗവാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഭഗവാൻ പെട്ടെന്ന് തന്നെ മറുപടി തരുന്നതാണ്. നമ്മൾ ആദ്യം ഭഗവാനോട് പ്രാർത്ഥിച്ച് തുടങ്ങേണ്ടത് നമ്മൾക്ക് തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് അപേക്ഷിച്ചുകൊണ്ടും ആയിരിക്കണം. ഇങ്ങനെ എന്നും പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ നിങ്ങൾ എന്ന് തൊട്ടാണോ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ആ ദിവസം തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും മനസ്സമാധാനവും എല്ലാം ലഭിക്കുന്നതായിരിക്കും. എന്നും നിങ്ങളുടെ ദിവസം തുടങ്ങുന്നത് ഭഗവാനോട് നന്ദി അർപ്പിച്ചുകൊണ്ടായിരിക്കണം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പം മുതലാണോ അപ്പം തൊട്ട് ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ച് തന്നെ അറിയുവാൻ സാധിക്കുന്നതാണ്. ഭഗവാനോട് നന്ദി അർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന എന്താണ്, എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് നമുക്ക് നോക്കാം. പ്രാർത്ഥന. എൻ്റെ ദൈവമേ, ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലുന്ന സമയം എന്നിൽ അങ്ങയുടെ അനുഗ്രഹം വർഷിച്ചുകൊണ്ടേയിരിക്കണമേ. എനിക്ക് ഈ പ്രാർത്ഥന പറഞ്ഞു തന്ന വ്യക്തിയെയും അങ്ങ് എന്നും അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങ് ഇന്ന് എനിക്ക് വേണ്ടി അതീന്ദ്രിയമായ വാതിലുകളും അത്ഭുതങ്ങളുടെ ചെപ്പും തുറക്കണമേ. അങ്ങയുടെ ആത്മശക്തി എന്നിലേക്ക് പകരണമേ. എനിക്ക് മാനസിക സൗഖ്യം, ശാരീരിക സൗഖ്യം, സമ്പത്ത്, അഭിവൃദ്ധി, വിജയം, ബന്ധങ്ങളിലുള്ള സ്നേഹദൃഢത എല്ലാം നൽകി എന്നെ എന്നെന്നും അനുഗ്രഹിക്കണമേ. അങ്ങയോട് ഞാൻ എന്നെന്നും നന്ദിയുള്ളവനായിരിക്കും. അങ്ങയുടെ അനുഗ്രഹത്താൽ എൻ്റെ കുടുംബം അനുഗ്രഹീതമാണ്. ഞാൻ ആരോഗ്യമുള്ളവനാണ്. എൻ്റെ ബന്ധങ്ങൾ സ്നേഹമുള്ളതും അനുഗ്രഹീതവുമാണ്. എൻ്റെ സമ്പത്ത് അനുഗ്രഹീതമാണ്. എൻ്റെ വ്യവസായങ്ങൾ അനുഗ്രഹീതമാണ്. എൻ്റെ തൊഴിൽ അനുഗ്രഹീതമാണ്. എൻ്റെ സഹോദരീ സഹോദരന്മാർ അനുഗ്രഹീതരാണ്. എൻ്റെ ക്ഷേത്രങ്ങൾ അഥവാ പള്ളികൾ അനുഗ്രഹീതമാണ്. എൻ്റെ തീരുമാനങ്ങൾ അനുഗ്രഹീതമാണ്. നന്മയുള്ള നല്ല അവസരങ്ങൾ എന്നെ തേടി വന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ രാജ്യവും അതിലെ എല്ലാ ജനങ്ങളും അനുഗ്രഹീതരാണ്. എൻ്റെ ഗ്രഹം അനുഗ്രഹീതമാണ്. എൻ്റെ എല്ലാ ഗുരുക്കന്മാരും അനുഗ്രഹീതരാണ്. അങ്ങയുടെ ഉത്തമമായ തീരുമാനപ്രകാരം എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെല്ലാം എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഭഗവാന് നന്ദി അർപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. നിങ്ങൾ ഇത് കേൾക്കുന്ന ആ നിമിഷം മുതൽ ഇതുപോലൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അനുഭവിച്ച് തന്നെ അറിയുവാൻ സാധിക്കുന്നതാണ്. ഭഗവാനോട് അല്ലെങ്കിൽ പ്രപഞ്ചത്തിനോട് നിങ്ങൾ എന്ത് തന്നെ നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും, അതായത് നിങ്ങൾ ഇല്ലാത്തതിനെ ഓർത്ത് ഭഗവാന്റെ അടുത്ത് സങ്കടം പറയാതെ നിങ്ങൾക്ക് തന്ന സൗഭാഗ്യങ്ങൾക്ക് നിങ്ങൾ നന്ദി അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ദിവസം തുടങ്ങിയാൽ നിങ്ങൾ ചോദിക്കാതെ തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഭഗവാൻ നിങ്ങൾക്ക് സൗഭാഗ്യങ്ങൾ തന്നുകൊണ്ടിരിക്കും. നിങ്ങൾ എന്ത് തന്നെ ഭഗവാന്റെ അടുത്ത് ചോദിച്ചാലും ആദ്യം ഭഗവാൻ നിങ്ങൾക്ക് തന്ന സൗഭാഗ്യങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് മാത്രമായിരിക്കണം നിങ്ങളുടെ ആവശ്യങ്ങൾ ഭഗവാന്റെ അടുത്ത് ചോദിക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ഭഗവാനിലേക്ക് അടുക്കുവാൻ സാധിക്കുകയും ഭഗവാന്റെ ഇഷ്ടഭക്തനായി നിങ്ങൾക്ക് മാറുവാനും സാധിക്കുന്നതാണ്. ഇങ്ങനെ നന്ദി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഭഗവാൻ നൽകിക്കൊണ്ടേയിരിക്കും. എല്ലാവരും ഈ വീഡിയോ കാണുന്ന ആ ദിവസം മുതൽ ഇതുപോലെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ സംഭവിക്കുമെന്നത് 100% ഉറപ്പുള്ള കാര്യമാണ്. സ്നേഹിച്ച വ്യക്തിയുടെ പിണക്കം മാറാനും
നിങ്ങളെ വേണ്ടെന്ന് വെച്ച് പോയവർ പിന്നെയും നിങ്ങളിലേക്ക് വരാനും, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാതെ നിങ്ങളോട് സംസാരിക്കാതെ ഇരിക്കുന്ന വ്യക്തികൾ നിങ്ങളോട് പിന്നെയും സംസാരിക്കാനും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ ഈ ചാനലിൽ ഓരോന്നായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. കൂടാതെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങൾ, സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങൾ, സ്നേഹബന്ധം ദൃഢമാക്കുവാൻ വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങൾ, അതിനെക്കുറിച്ചും മന്ത്രങ്ങൾ ചെയ്യേണ്ട രീതിയെക്കുറിച്ചും എല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഒരു കോഴ്സ് ഇപ്പോൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. നിങ്ങളുടെ തേർഡ് ഐ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഴ്സാണ്. അതായത് നിങ്ങളുടെ തേർഡ് ചക്ര ഹീൽ ചെയ്തതിന് ശേഷം നിങ്ങളുടെ മൂന്നാമത്തെ കണ്ണ് തുറക്കുക. ഈ കോഴ്സിന് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ നാളെ ഇടുന്നതായിരിക്കും. ആ കോഴ്സ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അസാധാരണമായിട്ടുള്ള എന്ത് ശക്തിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചും നാളത്തെ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതാണ്. മറ്റൊരു വ്യക്തിയുടെ മനസ്സിനെ പോലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന അസാധാരണമായിട്ടുള്ള ഒരു പവറായിരിക്കും ഈ കോഴ്സ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകാൻ പോകുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്താവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷം അതിന് വേണ്ടുന്ന പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നതാണ്. നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റാത്ത പരിഹാരങ്ങൾ ഇവിടെ ചെയ്തു തരുന്നതുമാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ ആൻഡ് താങ്ക് യു.